ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കുന്നു. മത്സ്യബന്ധനത്തിനിടെ അപകടത്തിൽപ്പെട്ട് കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ 9ാം ദിവസവും തുടരുന്നു. മുതലപ്പുഴയിൽ കാണാതായ ഷിജിനായി പുലർച്ചെ മുതൽ സ്കൂബ ഡൈവേഴ്സിനെ ഉൾപ്പെടുത്തി തിരയുമെന്ന സർക്കാർ വാഗ്ദാനം പാഴ്വാക്കായി. സ്കൂബ ടീം തെരച്ചിലിനായി എത്തിയത് ഉച്ചയോടെയാണ്. വിഴിഞ്ഞത്ത് ഉൾക്കടലിൽ വള്ളം മറിഞ്ഞ് കാണാതായ ജോൺ മത്യാസിനായുള്ള കോസ്റ്റ് ഗാർഡിന്റെയും കോസ്റ്റൽ പോലീസിന്റെയും തെരച്ചിൽ തുടരുകയാണ്. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 9ാം ദിവസവും തുടരുന്നു. പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തി തെരച്ചിൽ ശക്തമാക്കി. ഡ്രോൺ പരിശോധനയും കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററും തെരച്ചിൽ തുടരുകയാണ്. അതേസമയം സംഭവത്തെ തുടർന്ന് നീണ്ടകര ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ തസ്നീമ ബീഗത്തെ സ്ഥലം മാറ്റി. തെരച്ചിൽ ശക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട ഗൗതം കൃഷ്ണയുടെ അമ്മയുമായി നടന്ന ചർച്ചയ്ക്കിടെ നടത്തിയ പരാമർശമാണ് സ്ഥലം മാറ്റത്തിന് കാരണം. പ്രളയം നേരിടുന്നതിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടുവെന്ന് മുൻ മന്ത്രി വി.എൻ. വാസവൻ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിലെ അപര്യാപ്തതയാണ് വെളിവായത്. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനം ഏറ്റവും കൂടുതൽ മരണം ഉണ്ടായതും കെടുതികൾ ഉണ്ടായതും കോട്ടയം ജില്ലയിലാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ശേഷം വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ആൾനാശം ഒഴിവാക്കാൻ കഴിയുമായിരുന്നുവെന്നും വി.എൻ. വാസവൻ പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടർ തുറന്നു. തമിഴ്നാട് കമ്പം താഴ്വരയിലെ കൃഷിഭൂമിയിലേക്ക് വെള്ളം തുറന്നുവിടുന്നതിനാണ് തേക്കടി ഷട്ടർ തുറന്നത്. കേരളത്തിന് ആവശ്യമായ അരിയും പച്ചക്കറികളും നൽകുന്നതിനാണ് മുല്ലപ്പെരിയാർ ജലനിരപ്പ് ഉയർത്താൻ തമിഴ്നാട് ആവശ്യപ്പെടുന്നതെന്ന് കമ്പം എം.എൽ.എ. ജഗന്നാഥ മിശ്ര പറഞ്ഞു. കാസർഗോഡ് LP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ സ്വാതന്ത്ര്യദിന ക്വിസിലെ ചോദ്യോത്തരം വിവാദത്തിൽ. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്ന ചോദ്യത്തിന് ഉത്തരമായി വി.ഡി. സവർക്കർ എന്ന് നൽകിയത് പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും വഴി തുറന്നിരിക്കുകയാണ്. സംഭവത്തിൽ ചോദ്യാവലി തയ്യാറാക്കിയ അധ്യാപകർക്ക് എതിരെ വകുപ്പുതല അന്വേഷണം ആവശ്യപ്പെട്ട് മഞ്ചേശ്വരം MLA-യും MSF നേതൃത്വവും രംഗത്തെത്തി. RSS അജണ്ടയുടെ ഭാഗമായി തെറ്റായ ചരിത്രം പ്രചരിപ്പിക്കുകയാണെന്ന് AKM അഷ്റഫ് MLA പറഞ്ഞു. ഒളിവിൽ കഴിയുന്ന അർജുൻ നായങ്കിക്കെതിരെ വീണ്ടും കേസ്. മുഖ്യമന്ത്രിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതിന് എറണാകുളം റൂറൽ പോലീസാണ് പുതിയ കേസെടുത്തത്. ഒളിവിലിരുന്ന് ആഭ്യന്തരമന്ത്രിയെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും അടക്കം വെല്ലുവിളിച്ച് ക്രിമിനൽ കേസ് പ്രതി അർജുൻ നായങ്കി. തൃശൂർ കേന്ദ്രീകരിച്ച് തിരച്ചിൽ ഊർജിതം. സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകളുമായും ആയങ്കി സജീവം. മുട്ടിന് വെടിവെച്ചാലും മുട്ടുകുത്തില്ലെന്നും തന്നെ ഇങ്ങനെയാക്കിയത് സിസ്റ്റമാണെന്നും അർജുൻ. അതിനിടെ അർജുൻ ആയങ്കിക്ക് ഒളിവിൽ കഴിയാൻ സഹായം നൽകിയ 4 പേർ മലപ്പുറത്ത് അറസ്റ്റിലായി. ശബരിമല നെയ്യ് ക്രമക്കേട് കേസിൽ രേഖകളുടെ പ്രാഥമിക പരിശോധന ആരംഭിച്ച് വിജിലൻസ്. മിൽമയ്ക്ക് കരാർ നൽകിയതിന്റെ വിവരശേഖരണം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ അന്വേഷണ സംഘം നടത്തി. ഈ കരാറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു നൽകിയ ശുപാർശയും ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ വിശദമായി പരിശോധിക്കും. കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും ബോർഡ് അംഗമായിരുന്ന അജികുമാറിന്റെയും അറസ്റ്റും വൈകാതെ രേഖപ്പെടുത്തും. ദേവസ്വം ബോർഡിലെ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കെന്ന നിഗമനത്തിലാണ് വിജിലൻസ്. കേസിന്റെ FIR കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. വൈകാതെ PS പ്രശാന്തിനെയും അജികുമാറിനെയും ചോദ്യം ചെയ്യാനാണ് വിജിലൻസ് സംഘത്തിന്റെ തീരുമാനം. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളിൽ രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് ശശി തരൂർ MP. CJP ഉന്നയിച്ച അതേ വിഷയം തന്നെയാണ് ഏറ്റെടുത്തത് എങ്കിലും രാഹുലിന് കാര്യമായ ചലനമുണ്ടാക്കാനായില്ല. രാഹുലിന്റെ സംവാദ പരിപാടി ചാത്രോം കി ഗുഞ്ചിന് ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ ആയില്ല എന്നും തരൂർ വിമർശിച്ചു. കോൺഗ്രസ് പുനർവിചിന്തനം നടത്തണമെന്നും തരൂർ ആവശ്യപ്പെട്ടു. രാജ്യതലസ്ഥാനത്ത് പ്രക്ഷോഭങ്ങൾക്ക് വേദിയാകുന്ന ജന്തർ മന്ദർ പ്രദേശം അടച്ചിടുന്ന കാര്യം എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്ന് ഡൽഹി ഹൈക്കോടതി. പ്രതിഷേധത്തിന് അനുമതി തേടിയുള്ള ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ ഈ പരാമർശം. സമരങ്ങൾ ജനങ്ങളുടെ സാധാരണ ജീവിതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ആകരുത് എന്നും കോടതി നിരീക്ഷിച്ചു. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.